മനസ്സാണ്. ജനമനസ്സ് വളരെ വലിയ തോതിൽ UDF-ന്റെ കൂടെയുണ്ട്. വളരെ വലിയ തിളക്കമുള്ള ഭൂരിപക്ഷമായിരിക്കും എന്നാണ് പ്രതീക്ഷ. കാരണം ജനങ്ങളുടെ തീരുമാനമാണ്. അതിനെക്കുറിച്ച് ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് എക്കാലത്തും നമ്മൾ എടുത്തു പോകുന്നത്. ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ധാരാളം ജനങ്ങളുടെ സഹകരണം ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ പിന്തുണയൊക്കെ ശക്തമായിട്ടുണ്ടല്ലോ. അതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാണ്. അതൊക്കെ വെറുതെ അതിലൊന്നും യാതൊരു സംശയം ആരുണ്ടാക്കാൻ ശ്രമിച്ചാലും അത് വിജയിക്കില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഒരു കാര്യം, ഞാൻ ഒരു 50 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ, നൂറ്റാണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ മത്സരിക്കാൻ അവസരമുണ്ടായി. നാട്ടുകാർക്ക് എനിക്ക് വോട്ട് ചെയ്യാനും അവസരമുണ്ടായിട്ടില്ല. അത് പ്രത്യേക അനുഭൂതിയാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതത്തിൽ ഒരു കണക്കിന് പറഞ്ഞാൽ സായുജ്യമുള്ളൊരു സംഗതിയാണ്. അതൊരു കാര്യം. രണ്ടാമത്, കഴിഞ്ഞ കാലത്ത് ഞങ്ങളെല്ലാം പാർലമെൻറ്റിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി ഒരുപാട് നന്നായി റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. ആദ്യം നിങ്ങളോടൊരു നന്ദിയോടെ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ പുതുതായിട്ട് ടേമിലേക്ക് ജയിച്ചു വരുന്ന പക്ഷം ഇന്ത്യയിലെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന 2 പ്രതിനിധികളുടെ അവർ നിറവേറ്റേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് നല്ല ആഴത്തിലുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നന്നായിട്ട് പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് ചെയ്യുകയും ചെയ്യുന്ന അറിയുകയാണ്. യുവ സ്ഥാനാർത്ഥിയാണ് വസീഫ് പറയുകയും ചെയ്തു, ഇളകാത്ത കോട്ടയം തന്നെ മലപ്പുറം. അപ്പോൾ ആ രീതിയിൽ പോരാട്ടത്തെ എങ്ങനെയാണ്? അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊന്നും പ്രശ്നം. ജയിക്കുക എന്ന് പറയുന്നത് അത്യുജ്വലമായ വിജയം ഈ 2 സ്ഥലത്തും കേരളത്തിൽ മൊത്തത്തിൽ. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം, വമ്പിച്ച തോതിലുള്ള പെർഫോമൻസാണ് എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കേരളത്തിലാകെ നല്ല വിജയമുണ്ടാകും. ആ വിജയത്തിൻ്റെ കൂടെ ഞങ്ങളുടെ 2 കോൺസ്റ്റിറ്റ്യൂൻസിയെ പ്രതിനിധീകരിക്കാനും സൗകര്യമുണ്ടാകും. അതായത് ഞങ്ങൾ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും. എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവരെയും ഞങ്ങൾ പോയി കാണും. അവരുടെയൊക്കെ സഹായം കിട്ടുമെന്ന പൂർണ്ണമായ ബോധ്യവുമുണ്ട്. കാരണം ഞങ്ങളോട് അകൽന്ന് നിൽക്കേണ്ട ഒരു കാര്യം ആർക്കുമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.